ഇന്ന് ഞങ്ങൾ ഫാമിലിയോടൊത്ത് അനിയത്തിയും അമ്മയും അനിയനും ഒക്കെ ഉണ്ട്. എല്ലാവരോടൊത്ത് നമ്മളിന്നൊരു അമ്പല യാത്രയാണ് കേട്ടോ. മോൻ്റെ കെട്ടുനിറയാണ്. ഒപ്പം അതുപോലെ തന്നെ പിന്നെ വീട്ടിനടുത്തുള്ള എൻ്റെ നാട്ടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി വരണമെന്ന് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടി പോവുക കേട്ടോ. എല്ലാവരും ഏട്ടനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അനിയത്തിൻ്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് ഈ ഒരു യാത്ര ഫിക്സ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. അപ്പോൾ മൂത്തടുത്ത് ശ്രീ ത്വരിതഗിരാധ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോക്കാണ്. അവിടെ സപ്താഹ യജ്ഞം നടക്കുന്നുണ്ട്. ഗണേശോത്സവം കഴിഞ്ഞു. ഇപ്പോൾ സപ്താഹ യജ്ഞം ഉണ്ട് എന്ന് അറിഞ്ഞ് നമുക്കൊന്ന് പോയി തൊഴുതിട്ട് വരാം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ അമ്പലത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ മൂത്തേടത്ത് അമ്പലത്തിലല്ല നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത്. ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ്. നരിഹരപ്പറമ്പ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രമാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് കേട്ടോ. കുഞ്ഞുനാളിൽ എന്നും വലിയേച്ചിനെ കൈപിടിച്ച് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഞാനും എൻ്റെ അനിയത്തിയൊക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാം കേട്ടോ. തുളസിയൊന്നും പറിക്കരാ. പാൽപ്പായസം കഴിക്കാൻ കുറച്ചുകൂടി ഞാനൊരു തുളസി മാലയും നൽകാന്ന് പറഞ്ഞത്. വീഡിയോ എടുത്തെടുത്ത് എനിക്ക് മടുത്ത്. കാരണം അത്രയേറെ മനോഹരമായ കാഴ്ചകളായിരുന്നു എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. ഒരുപാട് വീഡിയോയും ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നല്ല രീതിയിൽ നടന്നു കിട്ടിയാൽ രണ്ടുപേരും ഓരോ നേർച്ച ചെയ്തിട്ടുണ്ട്. ഒരാൾ പാൽപ്പായസവും ഒരാൾ തുളസിമാലയും. അപ്പോൾ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. കാരണം നമ്മളെ ബാല്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മളൊക്കെ എപ്പോഴും ദിവസവും രാവിലെ ഇവിടെ എത്തും. ഇത് നാഗത്താന്മാരാണ്. നാഗസ്ഥാനം ഇവിടെയുണ്ട്. എന്നും രാവിലെ കുളിച്ച് ഇവിടെയൊക്കെ വന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോവുക. അപ്പോൾ ആ ഒരു കുട്ടിക്കാലം കൂടിയാണ് ഞാനിപ്പോൾ ഓർമ്മിച്ചെടുക്കുന്നത്. ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആവശ്യമുള്ള ആൾക്കാർക്ക് പ്രകൃതിയോടിണങ്ങിയ ഈ അമ്പലം ഒരുപാട് ഇഷ്ടമാവും. കാരണം ഒരു വല്ലാതൊരു അന്തരീക്ഷമാണത്. എന്താ പറയുക, ഭയങ്കര ഒരു ഏകാന്തത, ഒരു ആശ്വാസം എന്നൊക്കെ പറയുന്നത് പോലെ, എന്താ പറയുക, അങ്ങനെ ഒരു വികാരമാണ് എനിക്ക് ഇപ്പോൾ ഈ അമ്പലത്തിൽ വന്നപ്പോൾ തോന്നിയിട്ടുള്ളത്. അതെന്നും അങ്ങനെ തന്നെയാണ്. ആ ബാല്യത്തിലുള്ള ആ ഒരു എന്തൊക്കെയോ ഒരു നൊസ്റ്റാൾജിയ ഇതിലൂടെ കടന്നു വരുന്നു. രാവിലത്തെ എന്താ പറയുക, കോടമഞ്ഞും കിളികളുടെ ശബ്ദവും എന്തുകൊണ്ടോ എന്തോ ഒരു വല്ലാത്ത ഒരു ഫീലിംഗ്. ഇവിടുന്ന് പോകാൻ എനിക്ക് തോന്നിയിട്ടില്ല.
പക്ഷേ വന്ന് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടില്ല. ആ കിട്ടിയ സമയം ഞാൻ വളരെ നന്നായി എൻജോയ് ചെയ്തു. എൻ്റെ ആ ഒരു ബാല്യം എനിക്ക് തിരിച്ചു കിട്ടി. ഇനി ഒരുപാട് നാളത്തെ എൻ്റെ ഓർമ്മകളിൽ ഈ ഒരു നിമിഷം എപ്പോഴും ഉണ്ടാവും. ആകെപ്പാടെ ഒരു ഗ്രാമീണ സൗന്ദര്യമാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് അവിടെ ഒരു ആൽമര ഇരിപ്പുണ്ട്. ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഒരുപാട് സമയമൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയ സമയം പരമാവധി എൻജോയ് ചെയ്തു. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ കെട്ടുകയറേണ്ട സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് തൊഴുതിറങ്ങി. ഇനി ഒരു അമ്പലത്തിൽ കൂടി പോകാനുണ്ട്. അതും കഴിഞ്ഞ് നേരെ കെട്ടുകയറേണ്ട സ്ഥലത്തോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ.